ഒരു IT ജീവനക്കാരിയായിട്ടുള്ള പെൺകുട്ടിയെ ഹോസ്റ്റൽ മുറിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ രാത്രി ഒരാൾ പീഡിപ്പിച്ച വിവരം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ്. കേരള പോലീസ് 24 മണിക്കൂറിനകം അയാൾ എവിടുത്തുകാരനാണെന്ന് കണ്ടുപിടിച്ചു, CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടു കൂടി. ഇതിന് പിന്നിൽ മധുര സ്വദേശിയായിട്ടുള്ള ബെഞ്ചമിൻ എന്ന് പറയുന്ന ലോറിക്കാരനായിരുന്നു ഉണ്ടായിരുന്നത്. ഇയാളുടെ സ്ഥിരം തൊഴിലായിരുന്നു സ്ട്രീറ്റിലൂടെ ഇറങ്ങി നടക്കുന്ന, പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കുന്ന സ്ത്രീകളെ ഉപദ്രവിക്കുക എന്നതും അവരിൽ നിന്നും കൊള്ളയടിക്കപ്പെടുക എന്ന് പറയുന്നത്. ഇയാള് ഈ ഹോസ്റ്റലിൽ കയറുന്നതിന് മുമ്പ് മറ്റു 3 വീടുകളിൽ മോഷണം നടത്തി. നിങ്ങൾ ശ്രദ്ധിക്കണം, മറ്റു 3 വീടുകളിൽ ഇയാൾ മോഷണം നടത്തി. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ടാണ് പ്രത്യേകിച്ചും സ്ത്രീകളോട് പിന്നെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ പിന്നെയും വളരെ മാന്യമായ രീതിയിൽ ഇടപെടുന്ന ഒരു സംസ്ഥാനമാണ്. എഡ്യൂക്കേഷന്റെ മുമ്പിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അത്തരം ഒരു സംസ്ഥാനത്താണ് ഇത്തരം ഒരു പ്രശ്നം നടന്നതെന്ന് ആലോചിക്കണം. മോഷണത്തിന് കയറിയിട്ടുള്ള ഒരാള് അവിടെ മറ്റാരും ഇല്ല, ആ പെൺകുട്ടി തനിച്ചുള്ള അവളുടെ മുറിയിൽ എന്ന് കണ്ടപ്പോൾ അവളെ ലൈംഗികമായിട്ട് ഉറക്കത്തിൽ പീഡിപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത്. നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ജാഗരൂകമാകും എന്നാണ് പറയുന്നത്. പക്ഷെ കുറച്ച് നാളത്തേക്ക് മാത്രമായിരിക്കും. ഈ പ്രശ്നം മറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ അതേ പടിയിലായിരിക്കും. പക്ഷെ നമ്മൾ എല്ലാവരുമാണ് സ്വയം ജാഗ്രത പുലർത്തേണ്ടത്. രാത്രി കാലങ്ങളിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകുന്ന പെൺകുട്ടികൾ മാത്രമല്ല, എല്ലാവരും മുതിർന്ന ആളുകളും ശ്രദ്ധിക്കുക, നിങ്ങളെ കൊള്ളയടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പണമോ നിങ്ങളുടെ സ്വർണ്ണമോ കൊള്ളയടിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മെന്റൽ ട്രോമ ഉണ്ടല്ലോ, അത് ജീവിതത്തിൽ ഉടനീളം നിങ്ങളെ ഫോളോ ചെയ്യാം. അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നിങ്ങളുടെ മനസ്സിലോട്ട് പോകുന്ന രീതിയിലുള്ള കൊള്ളയടിക്കലുകൾക്ക് നിങ്ങൾ പാത്രമാവാതിരിക്കാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കുക.